നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കുമളി ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ കാലോചിത മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന വിധം സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ കേരള ജനത നൽകുന്ന പിന്തുണ ശ്രദ്ധേയമാണെന്നും മന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം. ജില്ലയിലെ വോട്ടെണ്ണൽ നടക്കുക പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച 2 ഒബ്സർവർമാർ കൗണ്ടിംഗ് നടപടികൾ നിരീക്ഷിക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിന് 50 ഏക്കർ സ്ഥലം കൂടി വിട്ടു നൽകിക്കൊണ്ടുള്ള നടപടി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് ഊർജ്ജം പകരുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ മെഡിക്കൽ കോളേജിനുള്ളത് 90 ഏക്കർ സ്ഥലം. വരും വർഷങ്ങളിൽ മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി. സുരക്ഷാ നിയമങ്ങൾ കാറ്റിൽ പറത്തി ദേശീയപാതയിൽ അപകടകരമായി വാഹനങ്ങൾ ഓടിക്കുന്നവരുടെയും യാത്ര ചെയ്യുന്നവരുടെയും എണ്ണമേറുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനത്തിനുള്ളിൽ നിന്ന് തലയും ഉടലും പുറത്തിട്ട് യാത്ര ചെയ്യുന്ന യുവാവിന്റെയും യുവതിയുടെയും ദൃശ്യങ്ങൾ നടുക്കമുളവാക്കുന്നത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിലെ കാലോചിത മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന വിധം സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ കേരള ജനത നൽകുന്ന പിന്തുണ ശ്രദ്ധേയമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കുമളി GT UP സ്കൂളിൽ നടന്ന ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം മതേതരത്വവും ജനാധിപത്യവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിൽ കേരളം വിജയിച്ചതായും മന്ത്രി പറഞ്ഞു. ജനപിന്തുണയോടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഉയർന്നുവരുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായത്. പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെ എല്ലാവർക്കും പഠിക്കാനുള്ള അവസരമുണ്ടായി. സാക്ഷരതാ യജ്ഞത്തിൽ തുടങ്ങി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സംസ്ഥാനത്തെ സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. സാക്ഷരതാ യജ്ഞത്തിലൂടെ തുടങ്ങി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വളർന്ന് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സാർവത്രികമായ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ മേടയിലെത്തിക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ അവസരമുണ്ടായി. പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെ അനുസ്യൂതമായി പഠിച്ചു പോകാം. ആ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രയോറിറ്റി മാറ്റിവെച്ചുകൊണ്ട് പ്രഥമമായ പ്രയോറിറ്റി നൽകി ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കണ്ട സംസ്ഥാനമായി കേരളം മാറി. നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു. ആ പ്രയോറിറ്റിയിൽ നമ്മളെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. വർഷങ്ങളായി നമ്മളത് തുടരുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ന് കുമളിയിലെത്തി ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിൽ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം പ്രവേശിച്ചത് പ്രീ പ്രൈമറി സ്കൂളിലാണ്. ആ കുട്ടികളെ കണ്ടു. ചുറ്റിയോടുകൂടി അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ 30ഓളം കുട്ടികളെ അവിടെ കാണാനിടയായി. 1ാം ക്ലാസ്സിലേക്ക് 75ലധികം കുട്ടികൾ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. മനോഹരമായൊരു അന്തരീക്ഷം, ഒരു ഉത്സവ പ്രതീതി. രക്ഷിതാക്കളും കുട്ടികളും മാത്രമല്ല, ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ത്രിതല പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും അതോടൊപ്പം ഈ സമൂഹവുമായി ഇഴുകിച്ചേർന്ന് എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന എല്ലാ തലത്തിലുമുള്ള ആൾക്കാരുടെ ഒരുമിച്ചുള്ളൊരു പ്രവേശനം, അത് ചെറിയ തോതിലല്ല. നമ്മളേറെ അത്ഭുതപ്പെടുത്തുന്നതും ഈ വിഷയങ്ങളോട് ജനകീയമായ പിന്തുണ നൽകാൻ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിമറിക്കുന്നതിൽ ഗവൺമെൻറ് വഹിക്കുന്ന പങ്കാളിത്തത്തോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ്. വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്നു എന്നതാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് എതിരാളികളില്ലാത്ത വിധം ഒന്നാമതാവാൻ കേരളത്തിന് കഴിഞ്ഞു. ഇക്കാലത്തിനിടയിൽ സർക്കാർ സ്കൂളുകളിൽ കൊഴിഞ്ഞുപോക്കിന്റെ കാലഘട്ടമാണ് അവസാനിച്ചത്. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. ഉറപ്പും വൃത്തിയുമുള്ള കെട്ടിടങ്ങൾ, ക്ലാസ് മുറികൾ, ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികളെ നയിക്കാൻ ഉതകുന്ന വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും പാഠപുസ്തക നവീകരണവും കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി. അക്കാദമിക രംഗത്തെ നേട്ടങ്ങൾക്കൊപ്പം പാഠ്യേതര രംഗത്തും കുട്ടികൾ നേട്ടം കൊയ്യുന്ന ഇടമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മാറി. ഇക്കാലത്തിനിടയിൽ 5,000 കോടി രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായത്. അവധിക്കാല അധ്യാപക പരിശീലനവും വലിയ മാറ്റങ്ങളുണ്ടാക്കിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷനായിരുന്നു.
കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ രാജൻ നീർണാങ്കുന്നേൽ, ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജി, സ്കൂൾ ഹെഡ്മാസ്റ്റർ സി പ്രിൻസ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം. പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ നടക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച 2 ഒബ്സർവർമാർ കൗണ്ടിംഗ് നടപടികൾ നിരീക്ഷിക്കും. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് തപാൽ ബാലറ്റുകൾ എണ്ണും. 18 ടേബിളുകളിലാണ് തപാൽ വോട്ടുകൾ എണ്ണുക. തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. നിയമസഭ മണ്ഡല അടിസ്ഥാനത്തിൽ 7 ഹാളുകളിലായി ഒരു ഹാളിൽ 14 ടേബിളുകൾ എന്ന തോതിൽ 98 ടേബിളുകളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ബാരിക്കേഡ് നിർമ്മാണം, പശ്ചാത്തല വിനിമയ സംവിധാനങ്ങൾ ഒരുക്കൽ തുടങ്ങിയവ പൂർത്തിയായി. കൗണ്ടിംഗ് സൂപ്പർവൈസർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും നിയമനവും പരിശീലനവും പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ, മീഡിയ സെന്റർ, പൊതുവായും ഔദ്യോഗിക തലത്തിലുമുള്ള ആശയവിനിമയ കേന്ദ്രങ്ങൾ, ഏജന്റുമാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച 2 ഒബ്സർവർമാർ കൗണ്ടിംഗ് നടപടികൾ നിരീക്ഷിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തരത്തിലുള്ള മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് ഉടുമ്പൻചോല MLA എം മണി. കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷം നേടുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. എന്നീ ഫലം പറയാനിരിക്കുമ്പം ഞാൻ ഇപ്പോഴേ കയറി പറയുന്നതിനകത്ത് ഇനി ഒരു അഭംഗിയുണ്ട്. എങ്കിലും ഞങ്ങൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇടുക്കിയിൽ ഞങ്ങൾ ജയിക്കുമെന്നും കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിന് 50 ഏക്കർ സ്ഥലം കൂടി വിട്ടു നൽകിക്കൊണ്ടുള്ള നടപടി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് ഊർജ്ജം പകരുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ 90 ഏക്കർ സ്ഥലമാണ് മെഡിക്കൽ കോളേജിനുള്ളത്. വരും വർഷങ്ങളിൽ മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന പുതിയ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും റോഷി അഗസ്റ്റിൻ കുമളിയിൽ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല നിലയിൽ ഊർജ്ജം പകരാൻ കഴിയുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 40 ഏക്കർ സ്ഥലത്ത് പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കുറേ കൂടി സൗകര്യങ്ങൾ ഭാവിയിൽ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ 50 ഏക്കർ സ്ഥലവും കൂടി നമ്മൾ ആവശ്യപ്പെടുന്നത്. അക്കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നല്ല പരിശ്രമം നടത്തിയിരുന്നു. ഗവൺമെൻറ് അത് അംഗീകരിച്ചു. 50 ഏക്കറും കൂടി ഇടുക്കി മെഡിക്കൽ കോളേജിന് വേണ്ടി ലഭിച്ചപ്പോൾ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിന് 90 ഏക്കർ സ്ഥലമുണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഭാവിയിലേക്കുള്ള ഏത് തല വികസന പ്രവർത്തനങ്ങൾക്കും ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾക്കും മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം മാറ്റം വരുത്താൻ കഴിയുന്ന മലയോര മേഖലയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനം, ആരോഗ്യരംഗത്തെ വലിയ സുസ്ഥിരമായ സേവനം കൊടുക്കാൻ കഴിയുന്ന മെഡിക്കൽ കോളേജിനെ മാറ്റി എടുക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് ഇതിലൂടെ രൂപപ്പെട്ടിട്ടുള്ളത്. വരും കാലങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നേറേണ്ടതുണ്ട്, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിശാലമായൊരു കോമ്പൗണ്ട്, ഏതാണ്ട് 100 ഏക്കറോളം സ്ഥലം എന്ന് പറയുന്നത് ഹയർ റേഞ്ചിനെ സംബന്ധിച്ച് മാത്രമല്ല മെഡിക്കൽ കോളേജുകളുടെ തന്നെ ചരിത്രത്തിലെ ഒരു വലിയ സാധ്യമായ ഒരു രംഗമായി മാറാനുള്ള അവസരങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുരക്ഷാ നിയമങ്ങൾ കാറ്റിൽ പറത്തി ദേശീയപാതയിൽ അപകടകരമായി വാഹനങ്ങൾ ഓടിക്കുന്നവരുടെയും യാത്ര ചെയ്യുന്നവരുടെയും എണ്ണമേറുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനത്തിനുള്ളിൽ നിന്ന് തലയും ഉടലും പുറത്തിട്ട് യാത്ര ചെയ്യുന്ന യുവാവിൻ്റെയും യുവതിയുടെയും ദൃശ്യങ്ങൾ നടുക്കമുളവാക്കുന്നതാണ്. അപകടങ്ങൾ ഒഴിവാക്കുവാൻ ദേശീയപാതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കുവാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫ്ലൈയിംഗ് സ്ക്വാഡിനെ നിയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അമിത വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറിൽ നിന്നും ഒരു യുവാവും യുവതിയും ഡോറിലെ വിൻഡോ വഴി തലയും ഉടലും പുറത്തിട്ട് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത്. വീതി കൂടിയ പാതയിൽ മറ്റു വാഹനങ്ങളെ കണക്കിലെടുക്കാതെ ഇടം വലം വീശിയെടുത്ത് അത്യന്തം ആപത്കരമായി യാത്ര ചെയ്യുന്ന ദൃശ്യം നടുക്കമുളവാക്കുന്നതാണ്. അപകട സാധ്യത ഉണർത്തുന്ന ഇത്തരം യാത്രകൾ ഒഴിവാക്കാനും നിയന്ത്രിക്കുവാനും ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ലാത്തത് ഇത്തരം അപകട യാത്രകൾ നിരന്തരം ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. സാഹസികമെന്ന പേരിൽ ചെറുപ്പക്കാരായ യാത്രക്കാരാണ് ഇത്തരം അപകട യാത്രകൾ നടത്തുന്നത്. ചെറുപ്പക്കാരെ കുത്തിനിറച്ച് ഈ പാതയിലൂടെ പായുന്ന ജീപ്പുകളും നിരന്തര കാഴ്ചയാണ്. ഹൈറേഞ്ചിലെ ഏറ്റവും മികച്ച റോഡായി മാറിയ
ലോക്കാട് ഗ്യാപ്പ് ഭാഗത്താണ് വാഹനങ്ങൾ യാത്രക്കാരുടെ ജീവൻ പണയം വെച്ച സാഹസിക യാത്രയ്ക്ക് മുതിരുന്നത്. ദേശീയപാതയിൽ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഫ്ലൈയിംഗ് സ്ക്വാഡിനെ നിയോഗിച്ച ഗതാഗത നിയമങ്ങൾ അട്ടിമറിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളെടുത്ത് ഇത്തരം അപകട യാത്രകൾ ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനെതിരെ ക്ഷീരമിത്ര SHG അംഗങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച ഭരണസമിതി അംഗങ്ങൾ. നിലവിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ സംഘത്തിന്റെ മുൻ സെക്രട്ടറിയാണെന്നും ഇവർ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രസിഡന്റിന് പാലിന് വില കൂടുതൽ ലഭിക്കുന്നു എന്നതായിരുന്നു ഒരു ആരോപണം. എന്നാൽ പ്രസിഡന്റിന് 41 മുതൽ 42 രൂപ വരെയാണ് ലഭിച്ചിട്ടുള്ളത്. കോവിഡ് കാലത്ത് സബ്സിഡി കാലിത്തീറ്റ മറച്ചുവിറ്റെന്ന ആരോപണവും തെറ്റാണ്. പാലളന്നവരുടെ അളവിനനുസരിച്ച് ക്ഷീരവികസന വകുപ്പിൽ സബ്സിഡി കാലിത്തീറ്റ അനുവദിക്കുകയും ഇത് വിൽക്കുവാൻ ജീവനക്കാരിയെ ചുമതലപ്പെടുത്തിയതുമാണ്. ഇതിൽ കൃത്രിമം ഉണ്ടെങ്കിൽ വിറ്റയാളാണ് ഉത്തരവാദി. 1490 രൂപ വിലയുള്ള കാലിത്തീറ്റ വില കുറച്ച് വിൽപ്പന നടത്താൻ സാധിക്കില്ല. കമ്പ്യൂട്ടറിൽ വില നിജപ്പെടുത്തിയിട്ടുണ്ടെന്നും രാജിവെച്ച ഭരണസമിതി അംഗങ്ങൾ പറയുന്നു. യാതൊരു കാരണവുമില്ലാതെ പ്രസിഡന്റിനെ കളിയാക്കുന്നതിന് വേണ്ടി വിവിധ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യം പ്രസിഡന്റിന്റെ പാലിന് 55 രൂപ വരെ വില ലഭിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വാസ്തവം അതിന് നേരെ വിരുദ്ധമാണ്. എനിക്ക് 41 രൂപ മുതൽ 42 രൂപ വരെ കിട്ടിയിട്ടുള്ളൂ. പശുവിന്റെ കറവ് തീരുന്ന സമയത്ത് പോലും എനിക്ക് 45 രൂപയിൽ കൂടുതൽ പാലിന്റെ വില കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് കൃഷിക്കാരനെ എടുത്തോട്ട് ഈ വാർത്ത ചെന്ന് കഴിയുമ്പോൾ ക്ഷീര കർഷകരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള വിചാരിക്കുന്നത് പ്രസിഡന്റ് അവിടെ ഇരുന്ന് വൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാണ്. പക്ഷെ ഒരിക്കലുമില്ല. അതിന്റെ കാര്യങ്ങൾ രേഖകളിൽ ആർക്ക് വേണേലും പരിശോധിക്കാവുന്നതാണ്. എനിക്ക് ഇതേവരെ ഈ നിമിഷം വരെ 45 രൂപയിൽ കൂടുതൽ വില കിട്ടിയിട്ടില്ല. അത് പറ്റുപാലിനെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ മാസങ്ങളായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാലിന്റെ വിലയാണ് ഇതോടൊപ്പം കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് 41 രൂപ 42 രൂപ വിലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവര് രണ്ടാമതായിട്ട് ആരോപിച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് ക്ഷീരവികസന വകുപ്പിൽ നിന്നും സബ്സിഡി കാലിത്തീറ്റ ലഭിക്കുകയുണ്ടായി. സബ്സിഡി കാലിത്തീറ്റ കിട്ടിയിരിക്കുന്നത് കൃഷിക്കാരുടെ പാലിന്റെ അളവനുസരിച്ചാണ് കാലിത്തീറ്റ വിതരണം ചെയ്തിരിക്കുന്നത്. ഈ കാലിത്തീറ്റ വിതരണം ചെയ്തിരിക്കുന്നത് സംഘം ജീവനക്കാരാണ്, അല്ലാണ്ട് പ്രസിഡന്റോ ബോർഡ് മെമ്പർമാരോ മറ്റാരുമല്ല ഈ ബിസിനസ് ചെയ്തിരിക്കുന്നത്. അതിൽ കാലിത്തീറ്റ മറിച്ചു വിറ്റു എന്നാണ് ആരോപണം. എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട കാലിത്തീറ്റ അല്ലാതെ ഒരു ചാക്ക് കാലിത്തീറ്റ പോലും ഞാൻ അവിടുന്ന് വേറെ എടുത്തിട്ടുമില്ല, ഞാൻ മറിച്ചു വിൽപ്പന നടത്തിയിട്ടുമില്ല. അത് സംബന്ധിച്ച് എനിക്ക് യാതൊരു വക കാര്യങ്ങളും എനിക്ക് അറിയില്ല. അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് വരികില്ല അതിന് സമഗ്രമായ അന്വേഷണം നടത്തുകയും അതിന് കുറ്റക്കാർക്കെതിരെ തക്കതായ ശിക്ഷ എടുക്കുകയും ചെയ്യുന്നതാണ്. നിലവിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ സംഘത്തിന്റെ മുൻ സെക്രട്ടറിയാണ്. ഇദ്ദേഹം ഭാര്യയുടെ പേരിൽ നടത്തിയ അഴിമതികൾ നിരവധിയാണ്. മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദുഷ്പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മുൻ സെക്രട്ടറിയുടെ വഴിവിട്ട സമ്പാദ്യത്തിനെതിരെ വിവിധ ഏജൻസികളെ സമീപിച്ചിട്ടുണ്ട്. ഭരണസമിതിയിലെ 3 അംഗങ്ങൾ രാജിവെച്ചതോടെ മറ്റു ഭരണസമിതി അംഗങ്ങൾ രാജി സമർപ്പിച്ചതായും നിലവിൽ സംഘം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണെന്നും പ്രസിഡന്റായിരുന്ന മാത്യു ജോസഫ്, ജെയിംസ് കാപ്പൻ, തോമസ് ജോസഫ്, തോമസ് ജോർജ്, TK ശശിധരൻ എന്നിവർ പറഞ്ഞു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ UDF ദുഷ്പ്രചരണം അഴിച്ചുവിടുകയാണെന്ന് ഭരണസമിതി. അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ UDF ഭരണസമിതി ഭരിച്ചിരുന്ന ബാങ്ക് 2005-ലാണ് LDF ഭരണസമിതിക്ക് കീഴിൽ വരുന്നത്. ബാങ്കിന്റെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്താനുള്ള പദ്ധതി ഭരണസമിതി നടപ്പിലാക്കി വരികയാണെന്നും ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF ഭരണത്തിൽ പണം നഷ്ടമായ നിക്ഷേപകർക്ക് 1 വർഷത്തിനുള്ളിൽ തന്നെ ബാങ്ക് നിക്ഷേപം തിരികെ നൽകി. 19 കോടി നിക്ഷേപവും 23 കോടി രൂപ ലോണുമുള്ള ധനകാര്യ സ്ഥാപനമായി ബാങ്കിനെ ഉയർത്തിയത് LDF ഭരണസമിതിയാണ്. UDF നേതൃത്വം ആസൂത്രിതമായി നടത്തിയ വ്യാജ പ്രചരണത്തിന്റെ ഫലമായി നിക്ഷേപകർ ആശങ്കയിലാകുകയും കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ എത്തുകയും ചെയ്തു. ഇത് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും ഈ കാലഘട്ടത്തിൽ 8 കോടി രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. 1,90,00,000 രൂപ ഈ 54% കുടിശ്ശിയുണ്ടായിരുന്ന 2020 കുടിശ്ശിയുണ്ടായിരുന്ന ബാങ്കിൽ 1,90,00,000 രൂപ ഞങ്ങൾ നമ്മുടെ ലോണുകാരിൽ നിന്ന് പിരിച്ചെടുത്തു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ ഉണ്ടായത്. അവിടെ സാധാരണ കർഷകരെല്ലാം താമസിക്കുന്നതുകൊണ്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ സഹകരണ ബാങ്കിലെ ലോണ് കൊണ്ടുപോയി നമുക്ക് കടാശ്വാസത്തിൽ വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കണ്ട എന്നുള്ള ഒരു പ്രവണത ആളുകളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിൽ നമ്മൾ കുടിശ്ശിക തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അസംതൃപ്തരായ UDF നേതാക്കളുടെയൊക്കെ ഭാഗത്ത് 3 കോടി രൂപയോളം ലോണുണ്ട്. ഈ സമരം ചെയ്യുമെന്ന് പല ആളുകളും ഈ ബാങ്കിലെ കുടിശ്ശികക്കാരാണ്, ദീർഘകാലമായി കുടിശ്ശികക്കാരാണ്. അവരുടെ ലോൺ നമ്മൾ നിർബന്ധം, അവരുടെ നല്ല സ്വകാര്യ നമ്മുടെ ലോണിലേക്ക് നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ലോൺ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ മുതലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആ ബാങ്കിൽ സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങിയത്.
ഇപ്പോൾ ബാങ്കിൽ 23 കോടി രൂപ വായ്പയും 12 കോടി രൂപ നിക്ഷേപവുമുണ്ട്. ഇതിൽ 8 കോടി രൂപ സ്ഥിര നിക്ഷേപമാണ്. ബാങ്കിന്റെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്താനുള്ള പദ്ധതി ഭരണസമിതി നടപ്പിലാക്കി വരികയാണെന്നും UDF നടത്തുന്ന കള്ളപ്രചരണങ്ങൾ തിരിച്ചറിയണമെന്നും ബാങ്ക് പ്രസിഡന്റ് ഷൈൻ തോമസ്, പ്രദീപ് കുമാർ, ശോഭന ഗോപി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കട്ടപ്പന നഗരസഭയിലെ ഒരു വിഭാഗം ജീവനക്കാർ ധർണ നടത്തി. വർക്കേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് സിബി പാറപ്പായി സമരം ഉദ്ഘാടനം ചെയ്തു. ജീവാനന്ദം എന്ന പേരിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം ഈടാക്കി പുതിയ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം അവസാനിപ്പിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, മരവിപ്പിച്ച ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പുനർപരിശോധിക്കുമെന്ന വാഗ്ദാനം പാലിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ലോക്കൽ ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷനും മുനിസിപ്പൽ വർക്കേഴ്സ് കോൺഗ്രസ് INTUC-യുടെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജീവാനന്ദം പേരിട്ട് ജീവനക്കാരുടെ ശമ്പളമൊക്കെ പിടിച്ചു വാങ്ങാൻ നോക്കുന്ന സർക്കാരിന്റെ നയത്തിനെതിരെ പ്രതിഷേധത്തിൽ തീജ്വാല ആളിക്കത്തിപ്പടരട്ടെ പ്രതിഷേധത്തിൽ അലയലികൾ മാനം വിട്ട് ഉയരട്ടെ. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന പ്രതിഷേധം വർക്കേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് സിബി പാറപ്പായി ഉദ്ഘാടനം ചെയ്തു. ഓരോ മാസവും പിടിച്ചുകൊണ്ട് അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിലേക്ക് ചേർത്തുകൊണ്ട് അതിനുശേഷം ജീവനക്കാര് പെൻഷൻ പറ്റുന്ന അവസരത്തിൽ ഈ പണം തിരികെ നൽകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ ഒരു നീക്കവുമായിട്ടാണ് സർക്കാർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ പെൻഷൻ പറ്റുന്ന സമയത്ത് നമുക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ ഈ ആജീവനാന്തം എന്ന പേരിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതി ജീവനക്കാരുടെ മേലുള്ള വലിയ ഒരു കടന്നുകയറ്റമാണ്. ജീവനക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി അല്ലിത്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ ക്ഷേമ പെൻഷനുകൾ പോലും കൊടുക്കാൻ നിർവാഹമില്ലാത്ത രീതിയിൽ ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന സമയത്താണ് 5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും 10 മുതൽ 12% വരെയുള്ള പണം മാസം സർക്കാരിലേക്ക് പിടിക്കാനുള്ള ഒരു തീരുമാനവുമായി സർക്കാർ മുൻപോട്ട് പോകുന്നത്. KLGSA സംസ്ഥാന കമ്മിറ്റി അംഗം ജിൻ സിറിയക്, യൂണിറ്റ് സെക്രട്ടറി ഷാൻഡി ബേബി, ഭാരവാഹികളായ ബിൻസി മാത്യു, സൗമ്യനാഥ്, വർക്കേഴ്സ് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ബിബിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. അടിമാലിയിൽ കുടുംബത്തിന് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണമുണ്ടായതായി പരാതി. സംഭവത്തെ തുടർന്ന് 2ഉം 4ഉം വയസ്സുള്ള കുട്ടികളടക്കം കുടുംബം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഇരുമ്പപാലത്ത് വെച്ച് തേയിലലോടുമായി എത്തിയ ലോറി റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിഞ്ഞിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ സമീപവാസികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസം ഇരുമ്പപാലം സ്വദേശിയായ ബേസിലിന്റെ വീട്ടിലെത്തിയ ഒരു സംഘം ആളുകൾ ലോറിയിലുണ്ടായിരുന്ന പണം അപഹരിച്ചുവെന്നാരോപിച്ച് തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബേസിൽ പറഞ്ഞു. എന്റെ വീട്ടിലേക്ക് 2 സ്ത്രീകളും 2 പുരുഷന്മാരും കടന്നു വന്നു. അപ്പോ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ വണ്ടി മറിഞ്ഞതിന്റെ ഒരു കേസും പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വന്നത് കഴിഞ്ഞപ്പോ അതിനകത്ത് ഒരു 34,000 രൂപ കാണാണ്ട് പോയി. ഞാനാണത് എടുത്തതെന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് കയറുകയും അതിന്റെ പുറത്ത് നിന്നിട്ട് കുറെ പേര് എന്റെ വീട്ടിലുള്ളവരുടെ തെറി പറയും, എന്നോടും തെറി പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അതൊന്നും ഇവര് വകവെക്കാതെ ഇവര് എന്റെ വീട്ടിലേക്ക് ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ ഇവര് പിന്നെ വീട്ടിലേക്ക് കയറാനാണ് നോക്കിയത്. അതിനകത്ത് ഒരു ആണും ഒരു പെണ്ണും കൂടെ കയറി വന്നിട്ട് എന്റെ കയ്യിൽ എന്റെ കൊച്ചി 2 വയസ്സുള്ള കൊച്ചി ഇരിക്കുമായിരുന്നു. അവന് ഒന്ന് ദേഷ്യപ്പെട്ട് വന്നിട്ട് ഒരു കല്ല് കൊടുത്തിട്ട് ഒറ്റയടി എന്റെ മുഖത്തിൽ വന്നിട്ട് എന്റെ കൊച്ചി എന്റെ കയ്യിലിരിക്കുവായിരുന്നു. 2 വയസ്സുള്ള കൊച്ചി കയ്യിലിരിക്കുമായിരുന്നു. ആ കൊച്ചി തെറിച്ചു പോയി. ഞാൻ മലനറിച്ച് വീഴുകയും ചെയ്തു. അപ്പത്തിനും കൊച്ചി വീഴുകയും ചെയ്തു. അപ്പത്തിനും എന്റെ 4 വയസ്സുള്ള കൊച്ചി ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ എന്റെ തലയിലേന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും നടക്കണിട്ട് എന്റെ കാലിൽ വന്നിട്ട് അവന്റെ കാലുകൊണ്ട് ഇങ്ങനെ എറിയണ രീതിയിലായിരുന്നു അവൻ കാണിച്ചത്. ബേസിലിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ ഭാര്യയ്ക്കും മക്കൾക്കും മാതാവിനും മർദ്ദനമേറ്റതായി പരാതിയുണ്ട്. സംഭവത്തെ തുടർന്ന് എല്ലാവരും ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏലപ്പാറ തണ്ണിക്കാനം 15 ഏക്കർ പുതുവലിൽ വൃദ്ധൻ കിണറ്റിൽ കാൽ വഴുതി വീണ് മരിച്ചു. പാവനക്കുളങ്ങരയിൽ ബേബി കുമാരനാണ് മരിച്ചത്. 77 വയസ്സായിരുന്നു. കൃഷിയിടത്തിലെ കിണറ്റിൽ കാൽ വഴുതി വീണാണ് അപകടമെന്നാണ് നിഗമനം. മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും.
നിരന്തരമായി കാട്ടുപന്നി ശല്യം കർഷകന് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊച്ചുകാമാക്ഷി താന്നിക്കൽ ബെന്നിയുടെ അരയേക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷികളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുകാമാക്ഷി സ്വദേശിയായ താന്നിക്കൽ ബെന്നിയുടെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കഴിഞ്ഞ 3 വർഷക്കാലമായി തനിക്ക് ഈ ദുർഗതിയാണെന്ന് ഇദ്ദേഹം പറയുന്നു. മുൻവർഷങ്ങളിൽ വിളവെടുക്കാറാകുന്ന സമയത്താണ് കാട്ടുപന്നികളെത്തി കൃഷി നശിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ നശിപ്പിക്കുകയാണെന്നും ബെന്നി പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഭയങ്കരമായ കാട്ടുപന്നി ശല്യം. ഞാനാണ് 1.5 ഏക്കർ സ്ഥലത്തോളം കപ്പയും അതുപോലെ വാഴയും ഇഞ്ചിയും പച്ചക്കറിയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതുകൊണ്ടല്ല, ഈ കപ്പ ഇപ്പം 2 മാസത്തിനുള്ളിൽ പറിക്കേണ്ട കപ്പയാണ്. ഒരു 500 കിലോ കപ്പ കിട്ടുന്നതാണ്. ഒരു കിഴങ്ങ് പോലും ഇല്ലാതെ അടിച്ച് അത് തകർത്ത് തരിപ്പണമാക്കി. അതുപോലെ തന്നെ ഇട്ട കപ്പ, തൈക്കപ്പയാണ്, ഇട്ടിട്ട് 1 മാസം ആകുന്നതേ ഉള്ളൂ, കിളക്കാറായി വരുന്നേ ഉള്ളൂ, അതും നശിപ്പിച്ചു. ഇഞ്ചിയാണെങ്കിൽ 10 കിലോ ഇഞ്ചിയുടെ നടിയിലുണ്ടായിരുന്നതാണ്, അത് മൊത്തം അതും തകർത്തു. ഒരു കാരണവശാലും കൃഷി ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ട ഈ കാട്ടുമൃഗങ്ങളെ തുരത്താനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം, ഇതുപോലെ കൃഷി നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ നാളെ പ്രതീക്ഷയോടുകൂടി വീണ്ടും ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഇതിന് കൃഷിക്കാർക്ക് നിലവിൽ താഴെയെല്ലാം ഈ പാടശേഖരം മൊത്തം അതിരൂക്ഷമായ കാട്ടുപന്നി ശല്യമാണ്. വർഷങ്ങളായിട്ട് കപ്പയും വാഴയും പാവലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം അതീവ ദുഃഖത്തിലും സങ്കടത്തിലുമാണ്, ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് അടിയന്തരമായിട്ട് സ്വീകരിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് എനിക്ക് പറയാൻ. സർക്കാരിൻ്റെയോ ബന്ധപ്പെട്ട അധികാരികളുടെയോ ഭാഗത്തു നിന്ന് കർഷകനെ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലാണെന്നും ബെന്നി പറഞ്ഞു. ഇടുക്കി പേപ്പാറയിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതിനുള്ള സർവേ ഉടൻ ആരംഭിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയർ സ്ട്രിപ്പിനായുള്ള പരിശോധന നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന കഴിഞ്ഞ 9 വർഷമായി ജില്ലയിലെ 25ലധികം സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന ബൃഹത് പദ്ധതിയാണ് അറിവ് പകരാൻ ആശ്രയമാകാം. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ 25ഓളം സ്കൂളുകളിലെ അധ്യാപകരെയാണ് ഏൽപ്പിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തിന് ഒപ്പം ഇടുക്കിയുടെ നാനാവിധ മേഖലകളിലും വികസനം നടന്നുവരികയാണ്. ഇടുക്കി പേപ്പാറയിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതിനുള്ള സർവേ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രി രൂപപ്പെടുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയാണ്. അവിടെ BSc നഴ്സിംഗ് പഠിക്കാൻ സൗകര്യം ഉണ്ടായി, കുട്ടികൾ പഠിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമുക്ക് മെഡിക്കൽ കോളേജിന് വീണ്ടും 50 ഏക്കർ സ്ഥലവും കൂടി ഗവൺമെൻറ്റിന് വിട്ടുവന്നു. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിന് 90 ഏക്കർ സ്ഥലമുണ്ട്. ഏത് കാലഘട്ടം വരെയും വികസനമായ റിസർച്ച് സെൻ്ററുകൾ, ധാരാളം കാര്യങ്ങൾ. ഇപ്പോൾ കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം ഒക്കെ എത്രയോ 10, 70, 80 വർഷങ്ങൾ പഴക്കമുള്ള മെഡിക്കൽ കോളേജുകൾ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ലഭിച്ചതും തുടങ്ങിയതുമായിട്ടുള്ളത് ഏതെല്ലാം വിധത്തിലുള്ള നേട്ടങ്ങൾ. അപ്പോൾ ഇനി നമുക്കിവിടെ വളർന്നു വരാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കം കുറിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള മാറ്റങ്ങൾ കൂടെ തുടക്കം കുറിക്കുക. നമുക്ക് ഇനി എയർ സ്ട്രിപ്പുകൾ വേണം, ചെറിയ വിമാനങ്ങൾ ഇറങ്ങണം. നമ്മൾ തുടക്കം കുറിച്ചു. ഇടുക്കിയിൽ പേപ്പാറയിൽ അതിനുള്ള സർവേ നമ്മൾ ആരംഭിക്കുന്നു. 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള എയർ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ 10, 25, 30, 40 പേർ ഇറങ്ങുന്ന ചെറിയ വിമാനങ്ങൾ ലാൻഡ് ചെയ്യും. അതിന് ആവശ്യമായിട്ടുള്ള പരിശോധനയ്ക്കും അതിന് തയ്യാറെടുപ്പിനുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു, ബഡ്ജറ്റ് തുക കൊണ്ടുവന്നു. അതിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുക. മികച്ച നാടകകൃത്തിനുള്ള അവാർഡ് ജേതാവ് KC ജോർജിനെയും MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശരണ്യ മോഹനെയും ചടങ്ങിൽ അനുമോദിച്ചു. ഒപ്പം വിദ്യാർത്ഥികൾക്കായി മിൽമ ലഭ്യമാക്കിയ മധുര പലഹാരങ്ങളുടെ വിതരണവും നടന്നു. ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രിക ഈ വർഷം പ്രവേശനം ലഭിച്ച ജില്ലയിലെ മുഴുവൻ കുട്ടികൾ. അടുത്തതായി ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷനായിരുന്നു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സുജി, നഗരസഭാ കൗൺസിലർ ഷാജി കൂത്തോടി, രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ, ജനറൽ സെക്രട്ടറി S സൂര്യലാൽ, ചാരിറ്റി വിഭാഗം ചെയർമാൻ ടോമി ആനിക്കാമുണ്ട, കൺവീനർ ജാക്സൺ സ്കറിയ, ഹൊറൈസൺ മോട്ടോഴ്സ് ജനറൽ മാനേജർ പവിത്രൻ V മേനോൻ, ആൻസൺ ചിറ്റ്സ് ബ്രാഞ്ച് മാനേജർ പോൾ മാത്യു, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശാരദാദേവി, MPTA പ്രസിഡന്റ് ബാബു സെബാസ്റ്റ്യൻ, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം നടന്നു. നഗരസഭാ കൗൺസിലർ ബെന്നി കുര്യൻ ഉദ്ഘാടനം ചെയ്തു.
വാഴവര ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ രീതിയിലാണ് നടത്തിയത്. പുതുതായി സ്കൂളിലേക്ക് എത്തിയ കുട്ടികളെ ബുക്കും പെൻസിലും പൂച്ചെണ്ടുകളും മധുരവും നൽകിയാണ് സ്വീകരിച്ചത്. യോഗത്തിൽ PTA പ്രസിഡന്റ് ബിനീഷ് VV അധ്യക്ഷനായിരുന്നു. പ്രവേശനോത്സവം കട്ടപ്പന നഗരസഭ 2ാം വാർഡ് കൗൺസിലർ ബെന്നി കുര്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയെല്ലാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാം പോകുന്നത് എന്നുള്ളത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അതിനും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള കാര്യം ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ഉദ്ബോധിക്കും. ഏറ്റവും നല്ല ഒരു വർഷമായി, ഒരു വിദ്യാഭ്യാസ വർഷമായി 2024-25 തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്, ജഗദീശ്വരൻ അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി തന്നെ നമ്മുടെ ഈ പ്രവേശനോത്സവം അതോടൊപ്പം തന്നെ ഈ ഒരു വിദ്യാഭ്യാസ വർഷവും ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. സീനിയർ അസിസ്റ്റന്റ് ബിന്ദു ജസ്റ്റിനിയ ജോസ്, ജിയോ സെബാസ്റ്റ്യൻ, ജിജോ ബേബി, സാലിമോൾ ജോസഫ്, ആതിരമോൾ VG, ബിജുമോൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ചുവടുകൾ വെച്ച് കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് പ്രവേശിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പാഠങ്ങൾ നുകരുവാൻ അക്ഷരമുറ്റത്തേക്കെത്തിയ കുരുന്നുകൾക്ക് അധ്യാപകർ വൻ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. അങ്കണവാടികളിൽ നിന്നും മറ്റു KG സ്കൂളുകളിൽ നിന്നും എത്തിയ കുട്ടികൾക്ക് പുതിയ അക്ഷരമുറ്റം പുത്തൻ അനുഭവമാണ് പകർന്നത്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് 14 കുട്ടികളാണ് എത്തിയത്. പുത്തൻ വിദ്യാലയ കുടുംബത്തിനെ ആദ്യം തന്നെ കുരുന്നുകൾ കൗതുകത്തോടെ ആസ്വദിച്ചു. എന്നാൽ ചിലർക്ക് ചില അങ്കലാപ്പുകളുമുണ്ടായി. സ്വാഗതം ചെയ്യുന്നു. അധ്യാപകരും അതനുസരിച്ച് ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരുടെ നേതൃത്വത്തിൽ നവാഗതർക്ക് പായസം നൽകി വിദ്യാഭ്യാസത്തിന്റെ ആദ്യ മധുരം പകർന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ്സിലോട്ടൊക്കെ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾക്ക്, അതേപോലെ ഇന്നിവിടെ പ്രവേശനോത്സവത്തിന് ഏറ്റവും പ്രാധാന്യം ആ കുട്ടികൾക്ക് തന്നെയായിരിക്കും. അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എല്ലാവരും കരച്ചിലായിരുന്നു. പക്ഷെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന കുട്ടികൾ ആരും തന്നെ അങ്ങനെ കരയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ അവരെല്ലാം നല്ല ഹാപ്പിയാണ്. കാരണം ഇവര് അംഗൻവാടിയിൽ പോയി, അംഗൻവാടിയിലത്തെ ഇതെല്ലാം അവർക്ക് പരിചയമായി, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അംഗൻവാടിയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ വന്നിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. 1ാം ക്ലാസ്സിലേക്ക് എത്തിയ 14 കുട്ടികളിൽ ആസാം സ്വദേശികളായ രാജേഷ് ടുഡു, അഞ്ചില ദമ്പതികളുടെ മകൾ 5 വയസ്സുകാരി രാധികയും മലയാള വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ചുവടുകൾ വെച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടന്ന രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് അശ്വിനി അനിൽ നയിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശാരദാ ദേവി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മിനി ഐസക്, MPTA പ്രസിഡന്റ് സീമ പ്രമോദ്, സീനിയർ അസിസ്റ്റന്റ് KK ഷൈബി, സ്റ്റാഫ് സെക്രട്ടറി സിന്ധു NK എന്നിവർ സംസാരിച്ചു. കാഞ്ചാർ തൊപ്പിപ്പാള SN സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. SNDP യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവെ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഘോഷയാത്രയോടുകൂടിയാണ് കുട്ടികളെ സ്കൂൾ അങ്കണത്തിലേക്ക് സ്വീകരിച്ചത്. SNDP യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A സോമൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവ പരിപാടി വിജയിയായി. കാരണം ഇവരെല്ലാവരും നന്നായിട്ട് പഠിക്കും, ഇവരെല്ലാവരും സന്തോഷമായി എന്ന് പറയുന്നു. ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എങ്കിലും മനസ്സ് നിറഞ്ഞ ഒരു ചടങ്ങാണ് ഇന്ന് ഈ കുഞ്ഞുമക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ, രക്ഷകർത്താക്കളെ കാണുമ്പോൾ, ഈ പുതിയ ദിനത്തിൽ വരുമ്പോൾ മനസ്സിൽ തോന്നുന്നത്. സ്കൂൾ മാനേജർ KS ബിജു അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ആന്റണി AV, കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ, PTA പ്രസിഡന്റ് NV രാജു, അധ്യാപകർ, കുട്ടികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി സ്കൂളിലെത്തിയ കുരുന്നുകളെ അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും മധുരം നൽകിയും ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കിയും പാട്ടുമൊക്കെയുമായാണ് സ്വീകരിച്ചത്.
സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അത് കുട്ടികളുടെ ഒരു ഫോർമേഷന്റെ ഭാഗമായി തീരുകയാണ്, രൂപീകരണത്തിന്റെ ഭാഗമായി തീരുകയാണ്. ചെറിയ ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ തന്നെ ഈ രൂപീകരണം സാധ്യതമാകുമ്പോഴാണ് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് അവർ ശരിക്കും കയർ ചെയ്യാനാണ് സാധിക്കുക. അവരുടെ ഒരു ദിശാബോധത്തോടുകൂടി അവർ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുക. തുടർന്ന് മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും നടന്നു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോബി കായംകാട്ടിൽ, നഗരസഭാ കൗൺസിലർ ബീന സിബി, PTA പ്രസിഡന്റ് നൈസ് പാറപ്പുറത്ത്, ഹെഡ്മാസ്റ്റർ സൈജുമോൻ ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് ജിനോഷ് കളത്തുകുളങ്ങര, ജയ തോമസ്, ലൈസാമ ജോസഫ്, റാണി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ബ്ലോക്ക് തല സ്കൂൾ പ്രവേശനോത്സവം അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് LP സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ വിവിധ സ്കൂളുകളിലും ആവേശകരമായ രീതിയിൽ പ്രവേശനോത്സവം നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കട്ടപ്പന BRCയും ചേർന്നാണ് മേരികുളം സെന്റ് മേരീസ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സ്കൂളിലെത്തിയ നവാഗതരെ മിഠായിയും കളിപ്പാട്ടവും പൂക്കളും നൽകി സ്വീകരിച്ചു. ക്ലാസ് മുറിയിലെത്തിയ കുട്ടികളെ അധ്യാപകർ തലപ്പാവണിയിച്ചു. തുടർന്ന് നടന്ന യോഗം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം ചെയ്തു. സൗകര്യമൊരുക്കിക്കൊണ്ട് നമ്മുടെ ജില്ലയിലെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ സജ്ജീകരണം നമുക്ക് ഇപ്പോൾ ജില്ലയിൽ തന്നെ ഒരുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ പൊതുമേഖലാ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷക്കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ നമ്മുടെ എയ്ഡഡ് മേഖലയിലെ സ്കൂളുകളിലേക്ക് പ്രവേശനം നേടി പൊതു വിദ്യാഭ്യാസ രംഗത്ത് എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അധ്യാപകർ നല്ല നിലവാരം പുലർത്തുന്ന അധ്യാപകരാണ്. അതോടൊപ്പം തന്നെ അവർ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിനും അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിനും ഇടപെടാറുണ്ട് എന്നുള്ളതും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. അക്ഷരലോകത്തേക്ക് പിച്ചവെച്ച കുട്ടികൾക്ക് ഉല്ലാസത്തിനായി മുതിർന്ന കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളി അധ്യക്ഷനായിരുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന AEO മായ N, PTA പ്രസിഡന്റ് ടോം തോമസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ കുട്ടികൾക്ക് മധുര വിതരണം നടത്തി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായുള്ള വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിന്റെ പ്രവർത്തന മികവ് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകൾക്കും മാതൃകയായി തീർന്നിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഴുത ബ്ലോക്ക് തല പ്രവേശനോത്സവം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയത്. ഉദ്ഘാടന യോഗത്തിൽ PTA പ്രസിഡന്റ് M മുത്തുകുമാർ അധ്യക്ഷനായിരുന്നു. കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തുകൊണ്ട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബ്ലോക്കിലൊക്കെ ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്. UP സ്കൂളും LP സ്കൂളും ഹൈസ്കൂളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ ബ്ലോക്ക് തല പ്രവേശനോത്സവം നടത്താനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലാണ്. അങ്ങനെ തീരുമാനിക്കാനിടയായ സാഹചര്യം നമ്മുടെ ജില്ലയിലെ തന്നെ മികച്ച വിദ്യാഭ്യാസ സ്കൂളാണ് നമ്മുടെ വണ്ടിപ്പെരിയാർ UP സ്കൂൾ. നമുക്കെല്ലാം അറിയാം, സംസ്ഥാന ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളുമാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി പഠനോപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത് മുഖ്യപ്രഭാഷണം നടത്തി. എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ മാതാപിതാക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളിൽ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു. വിവിധ ജനപ്രതിനിധികൾ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തിന്റെ സമ്പത്ത് എന്ന് നമ്മുടെ ഭരണാധികാരിയായ ശ്രീ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ അദ്ദേഹം അനുസ്മരിച്ച വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും.
പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, റോയി എവറസ്റ്റ്, ജോമോൻ തെക്കേൽ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി, ഷൈമോൾ രാജൻ, PTA ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 150-ലധികം കുട്ടികൾ സ്കൂളിൽ പുതുതായി എത്തി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടും താലപ്പൊലിയോടും അക്ഷരദീപത്തോടും കൂടി പുതിയ കുട്ടികളെ സ്കൂളിൽ സ്വീകരിച്ചു. കൂടാതെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം, പായസ വിതരണം, മധുര പലഹാര വിതരണം, യൂണിഫോം വിതരണം എന്നിവയും നടന്നു. പരിപാടിയിൽ സ്കൂൾ PTA പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ സച്ചി ചാലിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെ അക്ഷരദീപം കൊളുത്തി അവരെ ഒരു ഭാവി പ്രകാശപൂരിതമാകുവാനുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സ്കൂളിലേക്ക് ആനയിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യുവാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗം ലിനിമോൾ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ് മാസ്റ്റർ PK ബിജു, ശാഖായോഗം സെക്രട്ടറി മണിക്കുട്ടൻ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഷാജി പ്രതികാലായിൽ, സുനിൽ പാണംപറമ്പിൽ, MP ഷാജി, MPTA പ്രസിഡന്റ് BG മരിയ ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു K. ജോൺ ഉദ്ഘാടനം ചെയ്തു. ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് റോയി എബ്രഹാം, ഹെഡ് മിസ്ട്രസ് ത്രേസ്യാമ്മ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പുതുതായി എത്തിയ കുട്ടികൾക്ക് മധുരം നൽകിയാണ് അധ്യാപകർ കുട്ടികളെ വരവേറ്റത്. പരിപാടിയിൽ സ്കൂൾ PTA പ്രസിഡന്റും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. തുടർന്ന് സ്കൂളിലെത്തിയ കുട്ടികൾക്ക് മധുരം നൽകി അധ്യാപകർ വരവേറ്റു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S ജർമലിൻ, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ K മുരുകേശൻ, പൂർവ്വ വിദ്യാർത്ഥിയും ലണ്ടൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നഴ്സുമായ ഷംസാദ് ഉസ്മാൻ, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് R രാമരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം രഹനാസ്, PTA അംഗങ്ങൾ, ഹെഡ് മാസ്റ്റർ പുഷ്പരാജ്, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രാമ്പി LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വരൻ കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ചു. സ്കൂൾ HM സുരേഷ് കുമാർ, അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വള്ളക്കടവ് ട്രൈബൽ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സോളമൻ വള്ളക്കടവ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പരിപാടിയുടെ ഭാഗമായി അനുമോദന യോഗവും നടന്നു. വാളാടി സെന്റ് മാത്യൂസ് LP സ്കൂൾ, വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും പ്രവേശനോത്സവം നടന്നു. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ കാഞ്ചിയാർ മേഖലാ കൺവെൻഷൻ നടന്നു. ATUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TR ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ തൊപ്പിപ്പാള വ്യാപാര ഭവൻ ഹാളിൽ വെച്ചാണ് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ATUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TR ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ജീവിക്കുവാൻ യാതൊരുവിധ സാധ്യതയും സാഹചര്യവും ഇല്ല എങ്കിൽ ബോർഡിന് എഴുതി കൊടുക്കണം ഒരപേക്ഷ. സാറേ, എനിക്ക് എന്നെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് എന്നെ ബോർഡ് ഏറ്റെടുക്കണം. നമ്മുടെ ക്ഷേമനിധി ബോർഡ് ഏറ്റെടുക്കണം. അവർ ഏറ്റെടുക്കും. അവരന്വേഷിക്കും വന്ന് ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. മക്കളുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു കുശുമ്പിന് എന്നാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത് പിന്നെ ഇതിന്റെ ഏർപ്പാടൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പോൾ പോകുന്നില്ല, മക്കളുടെ കൂട്ടത്തിൽ ഉള്ളത് പറയുമോ എന്നറിയാൻ വേണ്ടി അവർ വന്ന് വിശദമായിട്ട് അന്വേഷിക്കും. ഇല്ലെങ്കിൽ അവർ കൊണ്ടുപോകും, മരണം വരെ സംരക്ഷിക്കും.
വിദ്യാഭ്യാസ ആനുകൂല്യം, വിവാഹ ധനസഹായം, പ്രസവ ആനുകൂല്യങ്ങൾ, ചികിത്സാ ധനസഹായം തുടങ്ങിയ തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾക്ക് കാലതാമസം വരുന്നതായി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. യൂണിയൻ സെക്രട്ടറി രഘു കുന്നംപുറം, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വർഗീസ് മാത്യു, KG സ്കറിയ, G മോഹനൻ, ലീലാമ്മ വിജയപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ സ്നേഹഭവനം നിർമ്മിച്ചു നൽകി. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ താക്കോൽദാനം നിർവഹിച്ചു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം 130 വീടുകളാണ് വിവിധയിടങ്ങളിലായി നിർമ്മിച്ചു നൽകുന്നത്. വിവിധങ്ങളായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പമാണ് ഭവന നിർമ്മാണ പദ്ധതിയും ക്ലബ്ബ് ലക്ഷ്യം വെക്കുന്നത്. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ നരിയമ്പാറയിലെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ നിർവഹിച്ചു. ആദ്യത്തെ 25 വീടിന് 2.5 ലക്ഷം രൂപയും അതിനുശേഷമുള്ള വീടുകൾക്ക് 2 ലക്ഷം രൂപയും തരുമ്പോൾ അത് വളരെയധികം ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു കൂടുതൽ ആളുകൾ ക്ലബ്ബുകളെ ഇത് അറിയിക്കുവാനും ഈ പദ്ധതി നടപ്പിലാക്കുവാനും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ വന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് കട്ടപ്പന ലയൺസ് ക്ലബ്. അതിൻ്റെ നേതൃത്വം ഈ വർഷം ഏറ്റെടുത്ത ലയൺ ഷാജിയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ എല്ലാ എൻജിനീയറിംഗ് ഇത് ഏറ്റവും വിദഗ്ധമായി ഏറ്റവും നല്ല ചുറുചുറുക്കമുള്ള ഞങ്ങളുടെ ചെറുപ്പക്കാരൻ മുൻ പ്രസിഡൻറ്റും കൂടിയ ലയൺ ആർക്കിടെക്റ്റ് അമർ, അവർക്കെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സീനിയർ ലീഡേഴ്സ്, മുൻ റീജിയൻ ചെയർപേഴ്സൺ MMJ ഇവിടെയുണ്ട്, MM ജോസഫ് ആൻഡ് ഓൾസോ ജോർജ് തോമസ്, അതുപോലെ സെക്രട്ടറി ജോസഫ്, എല്ലാവരും ചേർന്നുകൊണ്ട് നല്ലൊരു പദ്ധതി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വാർഡ് കൗൺസിലർ ലീലാമ്മ ബേബി, ഫാദർ മാത്യു പുത്തൂർ വട്ടക്കണ്ടം, ഫാദർ ജോസഫ് കോയിക്കൽ, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഷാജി ജോസഫ്, സെക്രട്ടറി ജോസഫ് ജോണി, ട്രഷറർ PJ ജോസഫ്, ഡിസ്ട്രിക്ട് ലീഡേഴ്സ് MM ജോസഫ്, ശ്രീജിത്ത് ഉണ്ണിത്താൻ, ജോർജ് തോമസ്, KC ജോസ്, നഗരസഭാ മുൻ കൗൺസിലർ തോമസ് മൈക്കിൾ, ജയൻ ജയകുമാർ, ജോസ് എട്ടിയിൽ, മറ്റ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കൊപ്പം B.Ed പരീക്ഷയിൽ 10ാം റാങ്ക് കരസ്ഥമാക്കിയ ജിൻസി തോമസ്, 37 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ച അങ്കണവാടി ടീച്ചർ KC ആനന്ദവല്ലി എന്നിവരെയും കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വള്ളക്കടവ് കോൺഗ്രസ് ഓഫീസിൽ നടന്ന യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് അലൈസ് വാരിക്കാട്ട് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് കുട്ടികൾക്കുള്ള മൊമെന്റോകൾ വിതരണം ചെയ്തു. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമ്മാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. NGO അസോസിയേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി M ഉദയസൂര്യൻ, മഹിളാ കോൺഗ്രസ് ഭാരവാഹി മിനി, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാരി ബിനു ശങ്കർ, പ്രിയങ്ക മഹേഷ്, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി സിജോ ഔസേബ് തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ, ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ അക്ഷയശ്രീ മിഷൻ പീരുമേട് താലൂക്കിലെ 5 ഫെഡറേഷനുകളിലെ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പീരുമേട്ടിൽ നടന്ന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം അക്ഷയശ്രീ മിഷൻ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ വാഗമൺ നിർവഹിച്ചു. സ്വയം പര്യാപ്തതയിലൂടെ ഗ്രാമങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷയശ്രീ മിഷൻ. അക്ഷയശ്രീ മിഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ ഗ്രാമങ്ങൾ തോറും കാർഷികോപകരണങ്ങൾ, തയ്യൽ മെഷീനുകൾ, ലാപ്ടോപ്പുകൾ എന്നിവ സാമ്പത്തിക സഹായത്തോടുകൂടി വിതരണം ചെയ്തു വരുന്നുണ്ട്. 2024-25 അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിലാണ് പീരുമേട് താലൂക്കിലെ അക്ഷയശ്രീ അംഗങ്ങൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ NGO കോൺഫെഡറേഷൻ, ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. അക്ഷയശ്രീ പീരുമേട് താലൂക്ക് ഓഫീസിൽ വെച്ച് നടന്ന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടന ചടങ്ങിൽ താലൂക്ക് കോർഡിനേറ്റർ ഗീതാകുമാർ അധ്യക്ഷയായിരുന്നു. അക്ഷയശ്രീ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ശശികുമാർ വാഗമൺ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നല്ല നല്ല മൂല്യങ്ങൾ വളർത്തി കൊടുക്കുക. ഇന്നത്തെ സമൂഹത്തിൽ ഒത്തിരി ഇതായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരുന്നത് അന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിലേക്കൊന്നും കുട്ടികൾ തെറ്റിപ്പോകാതിരിക്കാൻ നല്ല മൂല്യങ്ങൾ പറഞ്ഞ കുട്ടികൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ്, ഈ സ്കൂൾ കിറ്റ് വിതരണം NGO ഫെഡറേഷനും ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷനും അക്ഷയശ്രീ മിഷനും കൂടി ചേർന്ന് നടത്തുന്ന ഈ സ്കൂൾ കിറ്റ് വിതരണം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊടുക്കുന്നു. അക്ഷയശ്രീ പീരുമേട് താലൂക്കിൽ ഉൾപ്പെട്ട 5 പഞ്ചായത്തുകളിലെ 1ാം ക്ലാസ് മുതൽ
+2 വരെയുള്ള 80ഓളം വിദ്യാർത്ഥികൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെയാണ് 2000 രൂപ വിലമതിക്കുന്ന പഠനോപകരണ കിറ്റ് 1000 രൂപ നിരക്കിൽ വിതരണം ചെയ്തത്. ഫെഡറേഷൻ സെക്രട്ടറി ഷാജി, ജോയിന്റ് സെക്രട്ടറി അനിത, വൈസ് പ്രസിഡന്റ് ബീന തുളസി, പ്രതീഷ് കാർത്തികേയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാന്തല്ലൂരിൽ ആപ്പിൾ വിളഞ്ഞു തുടുത്തു. ഇനി വിളവെടുപ്പ് കാലം. കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഒരേയൊരു സ്ഥലമാണ് കാന്തല്ലൂർ. മഞ്ഞുകണമേറ്റ് ചുവന്നു നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട്. കാന്തല്ലൂരിലെ തണുത്ത കാലാവസ്ഥയും മണ്ണിന്റെ ഫലപുഷ്ടിയും ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമാണെന്ന് 15 വർഷം മുമ്പാണ് തിരിച്ചറിഞ്ഞത്. ഏതാനും റിസോർട്ടുകളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി ഹിറ്റാകുകയായിരുന്നു. ഇപ്പോൾ ഫാം ടൂറിസത്തിന്റെ ഭാഗമാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷി. 50-ലധികം കർഷകർ 100 ഏക്കറോളം സ്ഥലത്ത് ആപ്പിൾ കൃഷി ചെയ്യുന്നു. ഇതിൽ റിസോർട്ടുകളുമുണ്ട്. 1 ഏക്കർ മുതൽ 7 ഏക്കർ വരെ സ്ഥലങ്ങളിൽ ആപ്പിൾ കൃഷി നടത്തുന്ന കർഷകർ ഇവിടെയുണ്ട്. ആപ്പിളുകളുടെ വിളവെടുപ്പ് ജൂലൈ അവസാനത്തോടെ സമാപിക്കും. കാന്തല്ലൂരിൽ ശരാശരി ഒരു മരത്തിൽ നിന്ന് 30 കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു. ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളിലുള്ള ആപ്പിളുകളാണ് ഇവിടെയുള്ളത്. വലുപ്പത്തിൽ ഇടത്തരക്കാരാണ്. സാധാരണ ആപ്പിൾ പോലെ രൂപഭംഗിയില്ല. ആപ്പിൾ കൃഷിയാണ് കാന്തല്ലൂരിന്റെ ഖ്യാതി വർദ്ധിപ്പിച്ചത്. ആപ്പിൾ കൃഷി കാന്തല്ലൂരിൽ ഇന്ന് ഫാം ടൂറിസത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. മഞ്ഞുകണമേറ്റ് ചുവന്നു നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ കാർഡമം ട്രേഡിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലൂട്ട് 120, വിൽപ്പനയ്ക്ക് വന്നത് 27,802, വിൽപ്പന നടന്നത് 27,616, കൂടിയ വില 3,141, ശരാശരി വില 2,384. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 615 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 330, ഗ്രാമ്പു 960, കൊക്കോ 140, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,610 രൂപ, വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കുമളി ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ കാലോചിത മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന വിധം സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ കേരള ജനത നൽകുന്ന പിന്തുണ ശ്രദ്ധേയമാണെന്നും മന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം. ജില്ലയിലെ വോട്ടെണ്ണൽ നടക്കുക പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച 2 ഒബ്സർവർമാർ കൗണ്ടിംഗ് നടപടികൾ നിരീക്ഷിക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിന് 50 ഏക്കർ സ്ഥലം കൂടി വിട്ടു നൽകിക്കൊണ്ടുള്ള നടപടി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് ഊർജ്ജം പകരുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ.
നിലവിൽ മെഡിക്കൽ കോളേജിനുള്ളത് 90 ഏക്കർ സ്ഥലം. വരും വർഷങ്ങളിൽ മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി. സുരക്ഷാ നിയമങ്ങൾ കാറ്റിൽ പറത്തി ദേശീയപാതയിൽ അപകടകരമായി വാഹനങ്ങൾ ഓടിക്കുന്നവരുടെയും യാത്ര ചെയ്യുന്നവരുടെയും എണ്ണമേറുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനത്തിനുള്ളിൽ നിന്ന് തലയും ഉടലും പുറത്തിട്ട് യാത്ര ചെയ്യുന്ന യുവാവിന്റെയും യുവതിയുടെയും ദൃശ്യങ്ങൾ നടുക്കമുളവാക്കുന്നത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.